ഖുർആൻ്റെ പ്രഖ്യാപനം ഒരു ജീവൻ രക്ഷിച്ചാൽ ലോകമെമ്പാടുമുള്ള എല്ലാ ജീവൻ രക്ഷിച്ച പുണ്യമുണ്ട് എന്നാണ്. അത് ഏതൊരു നായയാണെങ്കിൽ പോലും നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എല്ലാ തെറ്റുകുറ്റങ്ങളും അത് നിമിത്തം പൊറുക്കപ്പെടുമെന്നാണ്. മഹാനായ സൂഫി വര്യൻ ഹബീബ് ഉമർ തങ്ങൾ 2004 കേരളത്തിൽ ആദ്യമായി മഅ്ദിൻ അക്കാദമി ബിൽഡിംഗ് തറക്കലാനെത്തുന്നത്. അതിൻ്റെ ശേഷം കേരളത്തിൽ പല തവണ 5ഓളം തവണ വന്നു. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേതൃത്വം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ ഇടപെടുകയും നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇന്നേ വരെ ഒരു ഭീകരവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ ലാഞ്ചന പോലും കണ്ടിട്ടില്ല. കേരള മുസ്ലിം ജമാഅത്ത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, SYS, SSF എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നും സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഗുണകരമായത് എന്തുണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. ഏതായിരുന്നാലും കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്ത മിക്കവാറും അത് ഒഴിവായി കിട്ടും എന്ന് തന്നെയാണ്. അതിനുള്ള ശ്രമം തകൃതിയായി നടക്കുന്നുണ്ട്. അതിനു വേണ്ടി മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് ശക്തമായി പ്രസ്ഥാനം ഒന്നിച്ചിടപെടുന്നു. ഇനി ബ്ലഡ് മണ്ണ് കൊടുക്കേണ്ടി വന്നാൽ അതെല്ലാവരും ഒത്തൊരുമിച്ച് ആ നിമിഷപ്രിയ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിയണം, സന്തോഷിക്കാൻ കഴിയണം. ഈ ഗതി ലോകത്താർക്കും വരരുത് എന്നാണ് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹവും.